നമസ്കാരം. ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. വാസുദേവായ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഒരു പെൺകുട്ടിയുടെ കഴുത്തിലെ ഒരു പുരുഷൻ ചാർത്തുന്ന താലിക്ക് എത്രമാത്രം മാഹാത്മ്യമുണ്ടെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? വിവാഹ സമയത്ത് ഇരുകൂട്ടരും ചിന്തിച്ചിട്ടുണ്ടായിരിക്കും. അതേ മനോഭാവത്തോടു കൂടി തന്നെയാണോ എല്ലായ്പ്പോഴും ഈ താലിയെ സമീപിക്കുന്നത് അല്ലെങ്കിൽ താലിയെ കൈകാര്യം ചെയ്യുന്നത്? നമുക്കിന്ന് അതിനെക്കുറിച്ച് പറയാം കേട്ടോ. താലിയുടെ മാഹാത്മ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇത് പറയാനായിട്ടൊരു കാരണം കൂടിയുണ്ട്. ഒരു ഭക്ത എൻ്റെ അടുത്ത് ചോദിച്ച ഒരു ചോദ്യമാണ്. അവർ വിവാഹിതയാണ്, കഴുത്തിൽ താലി അണിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഫങ്ഷൻസ് ഒക്കെ ഉണ്ടാകുമല്ലോ, അങ്ങനെ ഫംഗ്ഷന് പോകുന്ന സമയത്ത് ഈ സാരിക്ക് മാച്ചായിട്ടുള്ള മാലകൾ അണിയും കഴുത്തിൽ. ഈ സാരിക്ക് മാച്ചായിട്ടുള്ള നീണ്ട മാലകളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അതണിയുമ്പോൾ ഈ താലി ഇട്ടിരിക്കുന്ന താലിമാല ഉണ്ടല്ലോ, അതൊരു അഭംഗിയായിട്ട് അവർക്ക് തോന്നാറുണ്ടെന്ന്. ചിലപ്പോൾ ഒരു മാച്ചിങ് ഉണ്ടാവാറില്ല എന്ന്. അപ്പോൾ എന്ത് ചെയ്യും അവർ? ഈ മാലയാണെങ്കിൽ ഭംഗിയുള്ള മാച്ചിലുള്ള മാലയാണെങ്കിൽ അണിയേം വേണം, ഈ താലിമാല ഇട്ട് കാണാനും പാടില്ല. എന്നാൽ വെച്ചാൽ താലിമാല ഊരി വെക്കാനായിട്ടുള്ള മനസ്സും അവർക്ക് വരുന്നില്ല. കാരണം താലി അത്രയേറെ നല്ല അല്ലെങ്കിൽ മാഹാത്മ്യമുള്ളതാണ്, അവർക്ക് മനസ്സിലുണ്ട്. അപ്പോൾ ഇവരെന്താ ചെയ്യാന്നറിയോ? ആ താലിയുടെ മാല ഉണ്ടല്ലോ, അത് ഊരി മാറ്റിയിട്ട് താലി ഈ കുപ്പായത്തിൻ്റെ മേലെ, ഇപ്പോൾ ജാക്കറ്റ് ഇട്ടുണ്ടാവുമല്ലോ, അതിന് മുകളിൽ ഒരു പിന്ന് വെച്ചിട്ട് പിൻ ചെയ്ത് വെക്കുന്നു. അങ്ങനെയാണ്. അതായത് അവർക്കറിയാം അവരുടെ ദേഹത്ത് താലി സ്പർശിച്ചിട്ടാണ് കിടക്കുന്നത് എന്നുള്ളത്. പക്ഷെ പുറമേ നോക്കുമ്പോൾ ഒരാൾക്കും മനസ്സിലാവുകയും ചെയ്യില്ല, അവർ താലിമാല അണിഞ്ഞിട്ടില്ല എന്നാണ് തോന്നുക. അപ്പോൾ ഈ ഭംഗിയായിട്ടുള്ള മാല അവർക്ക് സാരിക്ക് മാച്ചിനായിട്ട് അണിയാനായിട്ടും സാധിക്കും. അപ്പോൾ അങ്ങനെ വളരെ വിഷമത്തോട് കൂടിയിട്ടാണ് അങ്ങനെ ചെയ്യാറുള്ളത്. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു സംശയം വന്ന സ്ഥിതിക്ക് നമുക്ക് എന്തായാലും താലിയുടെ ഒരു മാഹാത്മ്യത്തെ കുറിച്ചിട്ട് പറയാം എന്ന് തന്നെ വിചാരിക്കുകയാണ് കേട്ടോ. ചിലരെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ടായിരിക്കും. ചിലരെങ്കിലും വിവാഹം കഴിഞ്ഞതിന് ശേഷം എല്ലായ്പ്പോഴൊന്നും താലി ധരിക്കാതെ അത് ഊരി മാറ്റി വെക്കുന്ന ഒരു രീതിയുണ്ട്. ചിലർക്ക് അങ്ങനെയുള്ള സാഹചര്യങ്ങളും ഉണ്ടായിരിക്കില്ല കേട്ടോ, അതും കൂടെ നമുക്ക് പറയണ്ടേ. അപ്പം അങ്ങനെയൊക്കെ താലിയെ പലതരത്തിലെ കൈകാര്യം ചെയ്യുന്നവരുണ്ട്. അപ്പം എന്തായാലും നമുക്കിന്ന് അതേക്കുറിച്ച് തന്നെ പറയാട്ടോ, താലിയുടെ മാഹാത്മ്യത്തെ കുറിച്ചിട്ട്. അപ്പം അതിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് അലങ്കാരങ്ങൾ പറയണ്ടേ. ഗുരുവായൂരപ്പൻ്റെ ഇന്നലത്തെ അലങ്കാരം തന്നെ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഭഗവാൻ ഇന്നലെ കാളിയമർദ്ദന രൂപത്തിലായിരുന്നു കേട്ടോ. കാളിയൻ്റെ പുറത്ത് കയറി നിന്നിട്ട്, ഭണത്തിന് മുകളിൽ കയറി നിന്നിട്ട് നൃത്തം ചെയ്യുന്ന ആ ഒരു ഭാവത്തിലായിരുന്നു അലങ്കാരം ചാർത്തിയിട്ടുണ്ടായിരുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഭഗവാനെ കാണാനായിട്ട്. കുറച്ചിങ്ങനെ തടിച്ചുരുണ്ടിട്ടുള്ള, അധികം ഒന്നും ഉയരല്ലാത്ത ചെറിയൊരു ഉണ്ണികൃഷ്ണനായിട്ടാണ് നിൽക്കുന്നത്. അതേ പറഞ്ഞ് നല്ല ഭംഗിയിൽ ചാർത്തിയിട്ടുണ്ടെന്ന്. ഭഗവാന് 3 തിരുമുടിമാലകളുണ്ട് കേട്ടോ. ഒരെണ്ണം മുഴുവനായിട്ട് വെള്ളയാണ്, നന്ദ്യാർവട്ട പൂക്കൾ കൊണ്ടാണ് കോർത്തിരിക്കുന്നത്. പിന്നെ ഒരെണ്ണം മുഴുവനായിട്ട് തെച്ചിയാണ്, തെച്ചി പൂക്കൾ കൊണ്ടാണ്. പിന്നെ ഒരെണ്ണത്തിൽ തെച്ചിയുണ്ട്, തുളസിയുണ്ട്, നന്ദ്യാർവട്ടം ഉണ്ട്. അതായത് തുളസിക്ക് നടുക്കായിട്ട് ഈ വെള്ളയും ചുവപ്പും കൂടെ മിക്സാണ്, നന്ദ്യാർവട്ടും തെച്ചിയും കൂടെ മിക്സ് ആക്കിയിട്ടാണ് മൂന്നാമത്തെ ഒരു ഉണ്ടമാല, തിരുമുടിമാല. പിന്നെ 2 ഉണ്ടമാലകളാണ് കേട്ടോ ഭഗവാന്റെ ദേഹത്തോട് ചേർന്ന് കിടക്കുന്നതിൽ. തെച്ചി, തുളസി, താമരം, ഇത് 3ആണ് കോർത്തിരിക്കുന്നത്. ആദ്യം തെച്ചി തുളസി അങ്ങനെ കോർത്ത് വന്നിട്ട് പിന്നെ തെച്ചി താമര, പിന്നെ തെച്ചി തുളസി. നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. പിന്നെ ഒരു ഉണ്ടമാലയിൽ തെച്ചിയും തുളസിയും അതിങ്ങനെ മാറി മാറി കോർത്തിരിക്കാം. ഇതിന് നടുക്കായിട്ടാണ് ഭഗവാൻ കാളിയമർദ്ദന നടന രൂപത്തിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു ശ്രീലകത്ത്. ഭഗവാനെ നല്ല ഭംഗിയിൽ അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ. കിരീടമൊക്കെ ചാർത്തിയിട്ടുണ്ട്, നെറ്റിയിൽ ഗോപി തിലകുണ്ട്, കാതുപൂക്കളുണ്ട്. പിന്നെ കഴുത്തിലൊരു മാല ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു മാല 3 ഗോപി തിലകങ്ങൾ കൊണ്ടാണ്. അതെങ്ങനെ കുറച്ച് അടുപ്പിച്ച് വെച്ചിട്ട് ഒരു മാല പോലെ ആയിട്ടാണ് നമുക്ക് തോന്നുക. പിന്നെ കൈവളകളും തോൾവളകളൊക്കെ ഉണ്ട്. ഭഗവാനെ ഇടത്തേ കൈ കൊണ്ട് കാളിയൻ്റെ വാലാണ് പിടിച്ചിരിക്കുന്നത്, മുറുകെ പിടിച്ചിരിക്കുക, വിട്ട് കളയില്ല എന്നുള്ള രീതിയിൽ. അഹങ്കാരമൊക്കെ ഉണ്ട്, പോവട്ടെ, എല്ലാം പോയിട്ടേ ഞാൻ വിടുള്ളൂ, എല്ലാം പോയിട്ടേ ഞാൻ ഈ പണത്തിന് മുകളിലുള്ള ചവിട്ടൊക്കെ അവസാനിപ്പിക്കുള്ളൂ എന്നുള്ള ഒരു ഭാവത്തിലാണ് നിൽക്കുന്നത് കേട്ടോ. ഭഗവാൻ എന്തോ വാശിയുള്ളതുപോലെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് വാശിന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. ഭഗവാന്റെ ഭക്തരുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു കളങ്കം ഉണ്ടായിക്കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു അഹംഭാവം തോന്നിക്കഴിഞ്ഞാൽ അത് അപ്പം തന്നെ മാറ്റണം എന്നുള്ളത് അദ്ദേഹത്തിന് കുറച്ച് നിർബന്ധമുള്ള ഒരു കാര്യമാണ്. ആ ഒരു നിർബന്ധം എന്ന് മാത്രമേ നമുക്ക് വിചാരിക്കാനായിട്ട് സാധിക്കുള്ളൂ. ആ രീതിയിലായിരുന്നു ഇന്നലത്തെ അലങ്കാരം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇടത്തെ കയ്യിൽ വാല പിടിച്ചിരിക്കുന്നേ, വലത്തെ കയ്യിൽ പൊന്നോടക്കുഴയിൽ പിടിച്ച് നിൽക്കുകയാണ്. അങ്ങനെ ഓടക്കുഴയിൽ ഊതാനായിട്ടൊന്നും തുടങ്ങിയിട്ടില്ല കേട്ടോ. അതായത് അഹങ്കാരം കഴിഞ്ഞിട്ടില്ല വേണം പറയാനായിട്ട്. അത് കഴിയുന്നത് വരെ വേണമല്ലോ നൃത്തം ചെയ്യാനായിട്ട്.
അപ്പോൾ അതിനിങ്ങനെ ഓടക്കുഴൽ ഊതും, കുറച്ച് സമയം കൂടി കഴിഞ്ഞാൽ ഓടക്കുഴൽ ചുണ്ടോട് ചേർക്കും. അതിങ്ങനെ ചേർത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് എന്നുള്ള രീതിയിലായിരുന്നു ഇന്നലെ ചാർത്തിയിട്ടുണ്ടായിരുന്നത്. അരയിലേക്ക് ഇങ്ങനെയൊക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ പട്ടുകോണമൊക്കെ കൊടുത്തിട്ടുണ്ട്. കുഞ്ഞിക്കാലുകളിലെ കാൽത്തളകളും ഭഗവാൻ അണിഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുറച്ച് ഉയരം കുറഞ്ഞിട്ട് നല്ല തടിച്ചുരുണ്ടിട്ടുള്ളൊരു ഉണ്ണിയായിട്ടാണ്. അതുകൊണ്ട് തന്നെ കാണാനായിട്ടും നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഇന്നലത്തെ കാളിയമർദ്ദനം. അപ്പോൾ ആ ഒരു രൂപമൊക്കെ, ആ ഒരു അലങ്കാരമൊക്കെ എല്ലാവരും മനസ്സിൽ നന്നായിട്ട് കൊണ്ടുവന്നോളൂ, കണ്ടുകൊള്ളൂ. ഭഗവാന്റെ പാദങ്ങളിൽ എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ. എല്ലാ അഹങ്കാരങ്ങളും എല്ലാ മോശപ്പെട്ട വിചാരങ്ങളും ഒക്കെ മാറ്റിത്തരണേ ഭഗവാനെ എന്ന് പറഞ്ഞിട്ട് ഗുരുവായൂരപ്പ ശരണം എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ. അപ്പോൾ കാളിയമർദ്ദനമൊക്കെ അവിടെ നിന്ന് അടിക്കോട്ടെ അല്ലേ. എല്ലാ അഹങ്കാരങ്ങളും ഭഗവാൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിത്തരട്ടെ. നമുക്ക് നേരെ ഗണപതിയെ കാണാനായിട്ട് പോകാം കേട്ടോ. ഗണപതി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നല്ല ഭംഗിയുള്ള അലങ്കാരമായിരുന്നു. ഇന്നലെയും അതെ, നല്ല രസമുണ്ട് ഗണപതിനെ കാണാനായിട്ട്. കറുപ്പ് നിറത്തിലാണ് ഉടയാട ഉണ്ടായിരുന്നത്. നല്ല സ്വർണ്ണത്തിൻ്റെ പ്രിന്റുകളോടൊക്കെ കൂടിയിട്ടുള്ളത്. കഴുത്തിലൊരു മാല ഇട്ടിട്ടുണ്ട്. മാലകൾക്ക് ചുവടെയായിട്ട് 2 സ്വർണ്ണപ്പൂവ്, അത് ആ വയറിൻ്റെ ഭാഗത്തായിട്ട് അതിന് മുകളിലായിട്ട് 2 സ്വർണ്ണ പൊട്ടുകളും വെച്ചിട്ടുണ്ട്. തുമ്പിയിലൊരു സ്വർണ്ണപ്പൊട്ടുണ്ട്, നെറ്റിയിലൊരു സ്വർണ്ണ ഗോപിയുണ്ട്. പിന്നെയുള്ള അലങ്കാരം മുഴുവനായിട്ട് കിരീടത്തിൻ്റെ മുകളിലാണ് കേട്ടോ കാണിച്ചു വെച്ചിരിക്കുന്നത്. എന്താ ഭംഗി എന്നറിയോ. അത് തട്ടുതട്ടായിട്ട് ഇങ്ങനെ ചാർത്തിയിട്ട് ഒരു വെള്ള നൂല് കൊണ്ട് ഓരോ വൃത്താകൃതിയിൽ ഓരോരോ ഡിസൈനുകൾ, അതിൻ്റെ ഉള്ളിൽ കുഞ്ഞു കുഞ്ഞു വൃത്തങ്ങളിലെ പുള്ളികൾ പോലെയൊക്കെ ആയിട്ട് ഞാൻ ഒരു പ്രത്യേക ഡിസൈനിലൊക്കെയാണ് കേട്ടോ ഇന്നലത്തെ കിരീടം. ഇതിന് മുന്നത്തെ കിരീടം അതാ കിരീടത്തിൻ്റെ മുകളിൽ ഒരു പ്രത്യേക രീതിയിൽ ഇങ്ങനെ അലങ്കരിച്ചു കൊണ്ടിരിക്കുക. ഗണപതിക്ക് ഇതൊക്കെ നല്ല ഇഷ്ടമാണല്ലോ, അലങ്കരിക്കാനൊക്കെ ഗണപതിക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ നല്ല സുന്ദരനായിട്ടിരിക്കുന്ന ഗണപതിയായിരുന്നു. അപ്പോൾ ഗണപതിയുടെ രൂപമൊക്കെ എല്ലാവരും നന്നായി മനസ്സിൽ കണ്ടുകൊള്ളൂ, തൊഴുത് പ്രാർത്ഥിച്ചോളൂ. എല്ലാവരും ഗണപതിക്ക് മുന്നിൽ ഒന്ന് ഏത്തമിട്ടോളൂ. ഇനി നമുക്ക് ഭഗവതി അമ്മേനെയും കാണാം. ഭഗവതി സുന്ദരിയായിട്ടിരിക്കുന്ന ഭഗവതിയായിട്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഒരു മഞ്ഞ നിറത്തിലാണ് ഉടയാട ഉണ്ടായിരുന്നത്. മഞ്ഞയും ചെറുതായിട്ടൊരു ഓറഞ്ച് മിക്സ് ആയിട്ട് തോന്നും. നല്ല തിളക്കം, ആ സ്വർണ്ണത്തിൻ്റെ നിറമാണ് കൂടുതൽ കാണുക കേട്ടോ. നല്ല ഭംഗിയിൽ ഉടയാടയിരുന്നു. കഴുത്തിൽ മാലകളെല്ലാം ചതുരം കൊണ്ട് ചാർത്തിയിട്ട് 3 സ്വർണ്ണ പൂക്കൾ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. കാതിൽ സ്വർണ്ണ പൊട്ടുണ്ട്. ചുണ്ടൊക്കെ നല്ല ചുവപ്പിച്ചിട്ടാണ്. നല്ല ഭംഗിയുള്ളൊരു പുഞ്ചിരി, ഭഗവതി അമ്മയുടെ ആ ചുണ്ടിൽ ഇങ്ങനെ തത്തി കളിക്കുന്ന ഒരു പുഞ്ചിരി എന്ന് പറയില്ലേ, അങ്ങനെയാണ്. നല്ല സൗന്ദര്യവതിയായിട്ടിരിക്കുന്ന ഭഗവതിയായിട്ടാണ് തോന്നിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. നെറ്റിയിലൊരു ഗോപി വെച്ചിട്ടുണ്ട്. പിന്നെ കിരീടത്തിന് പകരമായിട്ട് നടുക്കൊരു ചന്ദ്രകല, 2 ഭാഗത്തായിട്ട് ഓരോ സ്വർണ്ണ ഗോപികൾ, സൈഡിലൊക്കെ സ്വർണ്ണ പൊട്ടുകളും ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ നല്ല തിളങ്ങിയിരിക്കുന്ന, നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ടുള്ള, നല്ല ശ്രീത്വമുള്ള മുഖം എന്നൊക്കെ പറയില്ലേ, അങ്ങനെ സുന്ദരിയായിട്ടിരിക്കുന്ന ഭഗവതിയായിട്ടായിരുന്നു ഇന്നലെ അലങ്കാരം ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ഭഗവതിയുടെ രൂപമൊക്കെ നന്നായി മനസ്സിൽ കണ്ടോളൂ, തൊഴുത് പ്രാർത്ഥിച്ചോളൂ. ഭഗവതിക്ക് മുന്നിലെ എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ. ഇനി അയ്യപ്പനെയും നമുക്കൊന്ന് തൊഴുതിട്ട് വരാം. കറുപ്പ് നിറത്തിലാണ് സ്വർണ്ണ പ്രിന്റുകളോട് കൂടിയിട്ട് അയ്യപ്പന് മുടയാട ഉണ്ടായിരുന്നത്. ഭംഗിയിൽ മാല ചാർത്തിയിട്ടുണ്ട് കേട്ടോ. അതായത് 2 സ്വർണ്ണ നൂലുകൾ ചാർത്തിയിട്ട്, സ്വർണ്ണ നൂലല്ല ചുവന്ന പട്ടിൻ്റെ നൂലുകൾ ചാർത്തിയിട്ട് അതിൻ്റെ നടുക്ക് ഒരു സ്വർണ്ണമാല ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും. അപ്പോൾ മുകളിലും താഴെയായിട്ട് ചുവപ്പ് കളറാണ് കാണുക, നടുക്ക് ആ സ്വർണ്ണത്തിൻ്റെ നിറം. നല്ല ഭംഗിയുണ്ട്. അത് സാധാരണ രീതിയാണെങ്കിൽ കൂടെ ആ ചാർത്തിയതിലുള്ള വ്യത്യസ്തത കാണുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. കാരണം ഉടയാട കറുപ്പ്, പിന്നെ ഒരു ചുവപ്പ്, ഈ കറുപ്പും ചുവപ്പും തന്നെ നല്ല മാച്ചിങ് ആണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു സ്വർണ്ണ കളറും കൂടി ആകുമ്പോൾ അത്ര ഭംഗി ഉണ്ടായിരുന്നു അയ്യപ്പനെ കാണാനായിട്ട്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നല്ല കുറച്ച് താമസിച്ചിട്ടാണ് തൊഴാനായിട്ട് പോയത്. അപ്പോൾ ഒരു 6 മണിക്കൊക്കെ ശേഷമാണ് അയ്യപ്പനെ തൊഴുന്നത്. അതുകൊണ്ട് തന്നെ നല്ല മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ദീപത്തിൻ്റെ ആ ഒരു വിളക്കിൻ്റെ ഒരു വെളിച്ചം, അതുപോലെ തന്നെ ആ മഴക്കാറിൻ്റെ ആ ഒരു ഇരുട്ടും, പിന്നെ ഇത്രയും ഭംഗിയായിട്ടുള്ള നിറങ്ങളും ഒക്കെ കൂടി ഒരുമിച്ച് കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗി തോന്നുമല്ലോ. അതായിരുന്നു കേട്ടോ. അതെനിക്ക് ഭഗവതി അമ്മയ്ക്കും അങ്ങനെ തന്നെയായിരുന്നു. ആ ഒരു സമയത്തിൻ്റെ ഒരു ഭംഗിയും കൂടെ തോന്നുന്നുണ്ടായിരുന്നു അലങ്കാരം നോക്കുന്ന സമയത്ത്. അപ്പം അങ്ങനെയായിരുന്നു മാല ഉണ്ടായിരുന്നത്. കാതുകളിൽ വലിയ സ്വർണ്ണപ്പൊട്ടുകളാണ്. ചുണ്ടൊക്കെ കരിഞ്ചുവപ്പ് നിറത്തിലാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള മുഖച്ചാർത്താണ് അയ്യപ്പനെ. ഒരു നീണ്ട രീതിയിൽ സ്വർണ്ണഗോപിയല്ല, ഞാൻ പറഞ്ഞിട്ടില്ലേ, സ്വർണ്ണ നിറത്തിലാണ്. അതൊരു ഒരു റെക്ടാങ്കുലർ ഷേപ്പിലുള്ള ഒരു നീണ്ട പൊട്ടാണ്. പിന്നെ കിരീടം ഇങ്ങനെ തട്ടുകളായിട്ട് ചാർത്തിയിരിക്കുക. കുറേ തട്ടുകളുണ്ട് അടുപ്പിച്ചുള്ളത്. അതിന് മുകളിലൊരു സ്വർണ്ണ പൊട്ടും കൂടെ വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് അയ്യപ്പനെ കാണാനായിട്ട്. അപ്പോൾ എല്ലാവരും അയ്യപ്പൻ്റെ ആ ഒരു രൂപമൊക്കെ നന്നായി മനസ്സിൽ കണ്ടോളൂ കേട്ടോ. തൊഴുത് പ്രാർത്ഥിച്ചോളൂ. എല്ലാവരും അയ്യപ്പന് മുന്നിലും ഒന്ന് നമസ്കരിച്ചോളൂ. ഇനി നമുക്ക് താലിയുടെ മാഹാത്മ്യത്തെക്കുറിച്ച് പറയാം കേട്ടോ. വിവാഹത്തിൻ്റെ സമയത്ത് ഒരു സ്ത്രീയുടെ കഴുത്തിൽ അണിയിക്കുന്ന താലി ഒരു കാരണവശാലും അഴിച്ചു മാറ്റാനായിട്ട്, ഊരാനായിട്ട് പാടില്ല എന്നാണ് പറയുക. അത് ആ സ്ത്രീക്ക് വൈധവ്യം വരുന്ന സമയത്ത് മാത്രമാണ് അത് ഊരിമാറ്റുക. അപ്പോൾ അത് എന്താണ് പിന്നീട് എന്താ ചെയ്യേണ്ടത്? ആ താലി എടുത്തിട്ട് ഭഗവതി ക്ഷേത്രങ്ങളിൽ കൊണ്ടുപോയിട്ട് കൊടുക്കും. ഇപ്പോൾ നമ്പൂതിരിമാരാണെങ്കിൽ, ബ്രാഹ്മിൺസ് ആണെങ്കിൽ ചിതയിൽ കൊണ്ടുപോയിട്ട് ഇടുകയാണ് ചെയ്യുക. അത്
ഇപ്പോൾ ഇന്നത്തെ കാലത്ത് എത്രത്തോളം അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് എന്നറിയില്ല കേട്ടോ. ശരിക്കും താലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീ പാർവതിയാണെന്നാണ് പറയുക. പാർവതീ ദേവിയാണ് ഈ താലി എന്നതുകൊണ്ട് സങ്കല്പിക്കുന്നത്. അപ്പോൾ ഇത് കഴുത്തിൽ കെട്ടുന്ന സമയത്ത് ഒരു വാഗ്ദാനം കൂടിയിട്ടാണ്. അതായത് ആ കഴുത്തിൽ കെട്ടുന്ന ആ പുരുഷൻ ആ പെൺകുട്ടിയെ എത്രത്തോളം സംരക്ഷിക്കാം എന്നുള്ളത്, ഭഗവതിയെ പോലെ സംരക്ഷിച്ചോളാം, കാത്തുകൊള്ളാം എന്നുള്ള ഒരു വാഗ്ദാനമാണത്. അവരുടെ എല്ലാം സംരക്ഷിച്ചുകൊണ്ട് അവർക്കൊരു കൂട്ടായിട്ട് അവരെ കണ്ണു നിറയാതെ കൂടെ കൊണ്ട് നടന്നോളാം എന്നുള്ള ഒരു വാഗ്ദാനം. എത്ര പേര് അങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് ആലോചിച്ച് നോക്കും. ആ വിവാഹം കഴിക്കുന്ന സമയത്ത് ചിലപ്പോൾ നല്ല രീതിയിലൊക്കെ ആയിരിക്കും മനോഭാവം ഉണ്ടായിരിക്കാം. അത് കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് എത്രത്തോളം ആത്മാർത്ഥതയുണ്ട് ഒരു ദാമ്പത്യത്തിൽ എന്നൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കണം. ഇതിപ്പോൾ പുരുഷൻ സ്ത്രീക്ക് നൽകുന്ന വാഗ്ദാനം മാത്രമല്ല കേട്ടോ, തിരിച്ചും അതേ ആത്മാർത്ഥതയോട് കൂടിയിട്ട് അതേ മാഹാത്മ്യത്തോട് കൂടിയിട്ട് ആ ബന്ധം നിലനിന്നു പോകണം. അങ്ങനെയും കൂടെയുള്ള ഒരു വാഗ്ദാനം പരസ്പരം രണ്ടു കൂട്ടരും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ താലിയുടെ മാഹാത്മ്യം അറിഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ ഒരു ദാമ്പത്യത്തിലും ഒരു പ്രശ്നങ്ങളും ഉണ്ടാകില്ല. പക്ഷെ അതൊന്നും അറിയാനായിട്ട് ആരും ശ്രമിക്കുന്നില്ല. അറിയുന്നവരെ അത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നില്ല. പണ്ടുള്ളവർക്കൊക്കെ കുറേ കാര്യങ്ങളൊക്കെ അറിയായിരുന്നു. ഇപ്പോൾ പരിഷ്കാരത്തിൻ്റെ ഭാഗമായിട്ട് ആരും അതിനെക്കുറിച്ച് ചിന്തിക്കണ പോലുമില്ല. യഥാർത്ഥത്തിൽ താലിക്ക് ഒരു ദൈവിക പരിവേഷം തന്നെയാണ് ഉള്ളത് കേട്ടോ. ശ്രീ പാർവതീ ദേവിയാണ്, ഭഗവതിയാണ് താലി എന്നാണ് പറയുക. അതുകൊണ്ട് തന്നെ താലിയുടെ ഈ ഷേപ്പിനും പ്രത്യേകതകളുണ്ട്. ഒന്നുകിൽ ആലില താലി ആയിരിക്കും, അല്ലെങ്കിൽ ഭഗവതിയുടെ സ്വരൂപമായിട്ടുള്ള വൽക്കണ്ണാടി രൂപത്തിലുള്ള താലികളായിരിക്കും. കൂടുതലും ആലില താലികളൊക്കെയാണ് ഉണ്ടാകുക കേട്ടോ. അതായത് താലിക്ക് ഇങ്ങനെ ഒരു ദൈവിക പരിവേഷം ഉള്ളത് കൊണ്ട് തന്നെയാണ് അതൊരു ലോക്കറ്റ്, സാധാരണ ഒരു ലോക്കറ്റ് പോലെ താലി പണിയാത്തത്. എത്ര പൈസ ഉള്ളവരാണെങ്കിലും എങ്ങനെയുള്ളവരാണെങ്കിലും താലിക്ക് മാത്രമായിട്ട് ചില രൂപങ്ങളുണ്ട്. ഇന്ന രൂപത്തിൽ മാത്രമേ താലി പണിയാവുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ പണിയാം. അതെന്താ? താലിക്ക് അത്രയേറെ മാഹാത്മ്യം ഉള്ളത് കൊണ്ടാണ്, അത്രയേറെ പ്രത്യേകത ഉള്ളത് കൊണ്ടാണ്. അതേ രൂപത്തിൽ തന്നെ അത് പണ്ട് കാലത്ത് എങ്ങനെയായിരുന്നു താലി, ഇപ്പോഴും അതുപോലെ തന്നെയല്ലേ ചെയ്യുന്നത്. ഈ ഫാഷനുകളൊക്കെ ചെറുതായിട്ട് അതിൽ സ്വാധീനിക്കുന്നുണ്ടെങ്കിലും അതിന് ബേസിക് ആയിട്ടുള്ള ഷേപ്പിൽ ആ രൂപത്തിൽ ഒരു മാറ്റവും ഇന്നത്തെ കാലത്ത് വന്നിട്ടില്ല. അപ്പോൾ അതെന്തുകൊണ്ടാണ്? അത്രയേറെ പ്രത്യേകതകൾ ഈ താലിക്ക് ഉള്ളത് കൊണ്ട് തന്നെയാണ് കേട്ടോ. പിന്നെ ഈ താലി ധരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അത് ഊരി മാറ്റാനായിട്ട് പാടില്ല. ഇപ്പോൾ എല്ലാവരും താലി ധരിക്കുന്നത് കണ്ടിട്ടുണ്ടായിരിക്കും, വലിയൊരു ചെയിനിൻ്റെ മുകളിലായിട്ടാണ്. ഞാൻ ഉൾപ്പെടെ അങ്ങനെയാണ്. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ താലി എങ്ങനെയാണ് അണിയേണ്ടതെന്ന് അറിയോ? അത് കഴുത്തിൽ ഇങ്ങനെ കുടുങ്ങി കിടക്കണം. ചെറിയൊരു നൂലില്ലേ, ചരടോ അല്ലെങ്കിൽ സ്വർണ്ണ നൂലോ എന്തെങ്കിലും ആയിക്കോട്ടെ, താലി കൃത്യമായിട്ട് കഴുത്തിന് ചെറിയൊരു കുഴി ഉണ്ടല്ലോ, അവിടെ വന്ന് കിടക്കണം എന്നാണ് പറയുക. അതിന് കണ്ഠസൂത്രം എന്നാണ് പറയുക. അതായത് ആ കണ്ഠത്തിൽ ഇങ്ങനെ മുറുകി കിടക്കണം. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീ പാർവതിയുടെ സങ്കല്പമാണെന്നല്ലോ പറയുന്നത്. പാർവതി ദേവി എപ്പോഴും നാമം ജപിച്ചുകൊണ്ടാണ് ഇരിക്കുക. അപ്പോൾ നമ്മളും സ്ത്രീകളും നാമം ജപിക്കുന്ന സമയത്ത് ഈ താലി ആ മിടിപ്പിനനുസരിച്ച് ആ താലി ഇവിടെ കിടന്നിട്ട് മിടിക്കണം. അതാണ് സങ്കല്പം, അതാണ് കണ്ഠസൂത്രം എന്ന് പറയുന്നത്. എത്ര പേര് അങ്ങനെ താലി അണിയുന്നവരുണ്ട് നോക്കി നോക്കൂ. ഇപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ അണിയാത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം പരിഷ്കാരത്തിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള മാറ്റങ്ങളാണ്. ഇപ്പം എത്ര പണമുണ്ടെങ്കിലും ആ താലിക്ക് അത് പണിയേണ്ട ഒരു തൂക്കമുണ്ട്, അതിൻ്റെ ഒരു വലിപ്പമുണ്ട്. അതിനപ്പുറത്തേക്ക് ആരും പണിയാറില്ല. അതാണ് അതിൻ്റെ മാഹാത്മ്യത്തെ കുറിക്കുന്നതാണത്. പിന്നെ ഈ പൈസ ഉണ്ടായി കഴിഞ്ഞാൽ അതൊക്കെ കാണിക്കാനായിട്ട് താലിയുടെ ആ മാലയ്ക്ക് താലിക്കൊപ്പം അണിയുന്ന ആ ഒരു മാലയുമല്ലേ കൂട്ടാനായിട്ട് പറ്റുള്ളൂ. അതിങ്ങനെ നീളം വെച്ച് വണ്ണം വെച്ചിട്ട് വയറിൻ്റെ അടുത്ത് വരെ എത്തിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ താലി അങ്ങനെയല്ല അണിയേണ്ടത്, ചേർന്ന് വേണം കിടക്കാൻ. പിന്നെ ചിലർ കുറച്ചും കൂടെ ഒന്ന് ഇറക്കിയിട്ട് ചെയ്യാറുണ്ട് താലി കാണുന്ന രീതിയിൽ. അങ്ങനെയും അല്ല ചെയ്യേണ്ടത്. അങ്ങനെ അണിയുന്ന നിരവധി പേരുണ്ട്. താലി കാണിക്കുക എന്നുള്ളതല്ല പ്രധാനം, അതിങ്ങനെ കുടുങ്ങിക്കിടക്കണം. അതാണ് ശരിയായിട്ട് ധരിക്കേണ്ട രീതി കേട്ടോ. അപ്പം എല്ലാവരും അങ്ങനെ ചെയ്യണം എന്നല്ല പറയുന്നേ. നമുക്കത് പറഞ്ഞു തരാനായിട്ട് ആരുമില്ല, അല്ലെങ്കിൽ അതിൻ്റെ പരിഷ്കാരത്തിൻ്റെ ഭാഗമായിട്ട് പല കാര്യങ്ങളും വിസ്മൃതിയിലേക്ക് മാഞ്ഞു പോയിരിക്കുകയാണ്. അത് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം കുറേ കാര്യങ്ങളൊക്കെ. അത് പ്രാവർത്തികമാക്കണോ എന്നുള്ളത് ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ചാണ് കേട്ടോ. ഒന്നും ആരിലും അടിച്ചേൽപ്പിക്കാനായിട്ട് പാടില്ല. അപ്പോൾ അതാണ് ശരിക്കും താലി ധരിക്കേണ്ടതായിട്ടുള്ള രീതി. അപ്പോൾ ഇന്നത്തെ കാലത്ത് കയ്യിൽ പൈസയുണ്ട് എന്ന് കാണിക്കാനായിട്ട് 5 പവൻ 10 പവൻ അതിലും കൂടുതൽ തൂക്കത്തിലൊക്കെ താലിമാലയൊക്കെ പണിയുന്നവരുണ്ട്. പക്ഷേ ഈ തമിഴരെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂടോ. നമുക്ക് കേരള സമ്പ്രദായം ഒന്ന് വിട്ടിട്ട്, മലയാളികളൊന്ന് വിട്ടിട്ട് തമിഴരെ ഒന്ന് നോക്കാം. അവർക്ക് എത്ര പൈസ ഉള്ളവരാണെങ്കിലും അവർ ആ മഞ്ഞച്ചരടിൽ മാത്രമാണ് താലി കെട്ടുക. അത് നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും. അവർ ശരിക്കും ഭഗവതിയുടെ ഒരു സ്വരൂപമായിട്ടാണ്. നമ്മൾ മലയാളികളെക്കാൾ കൂടുതൽ ആത്മാർത്ഥതയുള്ളവരാണ് ഈ ഒരു കാര്യത്തിൽ. എനിക്കൊരു തമിഴ് സുഹൃത്തുണ്ട് കേട്ടോ. അവരെങ്ങനെയാണെന്നറിയോ? വിവാഹിതയാണ്.
അവരെൻ്റെ അടുത്ത് പറഞ്ഞ ഒരു കാര്യമാണ്. അവർക്ക് താലി ചരടിൽ ഇട്ടിട്ടുണ്ടാവോ അല്ലെങ്കിൽ സ്വർണത്തിൻ്റെ ചെയിനിൽ ഇട്ടിട്ടുണ്ടായിരിക്കും. ഈ ചെയിൻ ഒന്ന് മാറ്റണം, അല്ലെങ്കിൽ ഈ മഞ്ഞച്ചരട് ഇടയ്ക്കിടയ്ക്ക് അവർ മാറ്റും. അത് മഞ്ഞളൊക്കെ ചേർത്തിട്ട് അതിൽ തേച്ചിട്ടൊക്കെയാണ് അവരതൊക്കെ ചെയ്യുക കേട്ടോ. അവരത്രയും വിശ്വാസപരമായിട്ടാണ് ചെയ്യുക. അങ്ങനെ അത് മാറ്റുന്ന സമയത്ത് അവരെന്ത് ചെയ്യും, വേറെ പുതിയ ചരടുണ്ടല്ലോ അല്ലെങ്കിൽ പുതിയ ചെയിനാണ് ഈ താലിയിൽ കോർക്കേണ്ടതെങ്കിൽ അത് ആദ്യം കോർക്കും. കോർത്തിട്ട് കഴുത്തിൽ കെട്ടും. എന്നിട്ട് ആ പഴയ ചരട് അതിൻ്റെ ഇടയിൽ കൂടെ മാറ്റും. ആ ഒരു സംവിധാനം ചെയ്യാവുന്ന രീതിയിലാണ് ആ താലിയും പണിതിട്ടുണ്ടായിരിക്കുക. അങ്ങനെയാണ്, അതായത് ഒരിക്കൽ പോലും താലി അവരുടെ ശരീരത്തിൽ നിന്ന് അവരെ മാറ്റില്ല. അല്ലാത്ത പക്ഷം ഭർത്താവ് തന്നെ കെട്ടിക്കൊടുക്കണം. അങ്ങനെയാണ്, അത്രയും പവിത്രമായിട്ടാണ് അവർ താലിയെ സമീപിക്കുക. അത്രത്തോളം പവിത്രതയൊന്നും നമ്മൾ മലയാളികളായിട്ടുള്ള അത്രത്തോളം ആത്മാർത്ഥതയൊന്നും നമ്മൾക്കിടയിൽ ഇല്ല എന്ന് തന്നെ വേണം പറയാനായിട്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ താലി ഒരിക്കൽ അണിഞ്ഞു കഴിഞ്ഞാൽ അത് ശരീരത്തിൽ നിന്ന് ഊരാനായിട്ട് പാടില്ല എന്നാണ് പറയുക. അങ്ങനെ ഊരിയാൽ എന്തെങ്കിലും ദോഷമുണ്ടോ, ദോഷമാണ്, ഭർത്താവിന് ദോഷമാണ്, അങ്ങനെയൊന്നും അല്ല പറയണത്. അതിൻ്റെ സങ്കല്പം അതാണ്. അതുകൊണ്ട് ഊരരുതെന്നാണ് പറയുക. ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, താലി ഊരാനുള്ള ആ ഒരു മാനസിക വിഷമം കൊണ്ടാണ് ആ താലി എടുത്തിട്ട് അവരെ ബ്ലൗസിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് അറിയാം അത്രത്തോളം മാഹാത്മ്യമുള്ളതാണ് എന്നുള്ളത് ആ ഭക്തയ്ക്ക് അറിയാം. അതുകൊണ്ടാണ് ഒരു പേടിയും ഒരു സംശയമൊക്കെ വന്നിട്ട് അത് ഊരി മാറ്റാനുള്ള വിഷമം കൊണ്ട് അങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പം അങ്ങനെ ചെയ്യാവൂ, ഇങ്ങനെ ചെയ്യൂ എന്നൊന്നും ആരെടുത്ത് നിർബന്ധമായിട്ട് പറയുന്നില്ല കേട്ടോ. പിന്നെയും പിന്നെയും ആവർത്തിച്ച് പറയുന്നത് താലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവതിയാണ്, ദൈവിക പരിവേഷം ഉള്ളതാണ്. അപ്പം ആ ഒരു വിശ്വാസത്തോട് കൂടി തന്നെ വേണം താലി നമ്മൾ കൈകാര്യം ചെയ്യാനായിട്ട്. പിന്നെ ചിലർക്കൊക്കെ താലി എന്ന് പറയുന്നത് ഒരു സുരക്ഷിതത്വം കൂടിയാണ്. ചിലർക്ക് എന്ന് വേണ്ട പറയാൻ കേട്ടോ. ഇപ്പോൾ വിവാഹം കഴിഞ്ഞവരാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ ജീവിച്ചു പോകുന്നവരാണ്. ഭർത്താവ് കൂടെയുണ്ട്, അവർ ഭർത്താവ് ഉണ്ട് എന്നുള്ള ഒരു സുരക്ഷിതത്വം പലർക്കും ഉണ്ട്. അത് സ്ത്രീകൾക്ക് പ്രത്യേകിച്ചുണ്ട്, ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും ഉള്ളതാണ്. ഇപ്പോൾ ഭർത്താവ് ഇല്ലാത്തവരുണ്ടായിരിക്കും. ചിലരെ താലി ധരിക്കാനായിട്ട് നിർബന്ധിതരാവാറുണ്ട്. കാരണം എന്തുകൊണ്ടാണ്, സമൂഹം നോക്കുന്ന ആ ഒരു കാഴ്ചപ്പാട്, കഴുത്തിൽ താലിയുണ്ടോ, ആ പുരുഷനുണ്ട് എന്നുള്ളതാണ് നോക്കുന്നവരുടെ ഒരു സങ്കല്പം, അവരെ പറ്റി അറിയാത്തവരാണെങ്കിൽ. അപ്പോൾ അത് പുറമേ നിന്ന് ജോലി ചെയ്യുന്നവർക്ക് ഒരു സംരക്ഷണം കൂടിയാണ് താലി എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ളവരടുത്ത് നമ്മൾ നിർബന്ധിച്ച് അത് ഊരു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ വൈധവ്യം ബാധിച്ചവരാണെങ്കിലും താലി ധരിക്കാറില്ല എന്നൊക്കെ പറയുമ്പോൾ ചിലരൊക്കെ അത് ധരിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ ഇഷ്ടത്തിന് ഉപരിയായിട്ട് അത് ആഗ്രഹിക്കുന്നത് താലി നൽകുന്ന ഒരു സുരക്ഷിതത്വം കൊണ്ടാണ് കേട്ടോ. അപ്പം അങ്ങനെയും ചിലർ താലി ധരിക്കാറുണ്ട്. അങ്ങനെയുള്ളവരെ പറ്റിയിട്ടും കേട്ടിട്ടുണ്ട് കേട്ടോ. ദൂരദേശങ്ങളിലൊക്കെ ജോലി ചെയ്യും. ദേശം എന്ന് പറയുന്നത് വിദേശത്തുള്ള കാര്യങ്ങളല്ല പറയുന്നത്, നമ്മുടെ നാട്ടിൽ തന്നെ ഭർത്താവില്ലാത്ത സ്ത്രീകളുണ്ട്. അവരുടെ വീട് വിട്ടിട്ട് വേറൊരു സ്ഥലത്തേക്ക് ജോലി ചെയ്യാനായിട്ട് പോകുമ്പോൾ അവർക്ക് ഭർത്താവുണ്ട് എന്ന് ഉറപ്പിക്കാനായിട്ട്, മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനായിട്ട് താലി അണിയുന്നവരുണ്ട്. അവർക്ക് മാത്രം ചിലപ്പോൾ അറിയാവുന്ന കാര്യമായിരിക്കും, പക്ഷെ അതൊരു സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. അല്ലാത്ത പക്ഷം നമ്മുടെ സമൂഹം അവർ ശരിക്കും ഒറ്റപ്പെടുത്തും. അവരെ മോശമായിട്ട് ചിത്രീകരിക്കുന്നവരുണ്ടായിരിക്കും, മോശം രീതിയിൽ കാണുന്നവരുണ്ടായിരിക്കും. പക്ഷെ ആ താലി ഉണ്ടെങ്കിൽ മനസ്സിലാവും ഈ സ്ത്രീക്ക് ഒരു പുരുഷനുണ്ട് എന്നുള്ളത്. അപ്പോൾ താലി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംരക്ഷണം കൂടിയാണ് സ്ത്രീകൾക്ക് നൽകുന്നത്. ഇനി ഇതോടൊപ്പം തന്നെ രണ്ട് ഭക്തർ ചോദിച്ച ഒരു ചോദ്യം കൂടെ പറയാം. താലിയെക്കുറിച്ചാണ്. സൂര്യ അതേപോലെ തന്നെ ആതിര, രണ്ടുപേരാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. താലി കളഞ്ഞുപോയി, അപ്പം പുതിയൊരു താലി വാങ്ങിക്കൊണ്ടുവന്നിട്ട് പിന്നെ ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിൽ അത് ഗുരുവായൂരപ്പൻ്റെ താലി പൂജ നടത്തിയിട്ട് താലി കെട്ടാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ താലി പൂജയെ കുറിച്ചിട്ട് അവിടെ പറയണ്ടേ. ഗുരുവായൂർ ക്ഷേത്രത്തിലെ താലി പൂജിച്ച് നൽകുന്നതാണ് കേട്ടോ. 100 രൂപയ്ക്കാണ് ചീട്ടാക്കേണ്ടത്. എന്നിട്ട് എന്ത് ചെയ്യണം, ഇങ്ങനെ കളഞ്ഞു പോയ താലിയാണെങ്കിലും പുതിയതൊരെണ്ണം വാങ്ങുക, കൊണ്ടുവരിക, മേൽശാന്തിയെ ഏൽപ്പിക്കുക. അത് അവിടെ ഉദിക്കന്മാരോ മേൽശാന്തിയോ ആരെങ്കിലും ഉണ്ടായിരിക്കുമല്ലോ, അപ്പം തന്നെ പൂജിച്ച് നൽകുന്നതായിരിക്കും. അത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചിട്ട് അണിയിക്കണം എന്നാണെങ്കിൽ വിവാഹം ചീട്ടാക്കുക, സാധാരണ താലി കെട്ടുന്നത് പോലെ കെട്ടുക. വീട്ടിൽ വെച്ചിട്ടാണെങ്കിലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ താലി പൂജിക്കേണ്ട കാര്യം പറഞ്ഞു കേട്ടോ. ആതിര പറഞ്ഞിരിക്കണത് വിവാഹം നടക്കാനായിട്ട് പോകുകയാണ്, അപ്പോൾ താലി പൂജിക്കണം എന്നുണ്ട്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പൂജിക്കണം എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ചിങ്ങമാസത്തിലാണ് വിവാഹം. അതിൻ്റെ ഒക്കെ തിരക്ക് കൊണ്ട് തൊട്ടടുത്തുള്ള, അതായത് ഒരു ഭഗവതി ക്ഷേത്രത്തിൻ്റെ അടുത്തേക്കാണ് വിവാഹം കഴിച്ചു കൊണ്ടുപോകുന്നത്. അപ്പോൾ ആ ക്ഷേത്രത്തിൽ പൂജിച്ചാൽ മതിയോ, അത് മതിയാകുമോ? അതായത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ച് തന്നെ താലി പൂജിക്കണം എന്ന് ആരോ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചെയ്യണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയൊന്നുമില്ല കേട്ടോ. എവിടെയാണോ നമ്മൾ പൂജിക്കണം എന്ന് വിചാരിച്ചിരിക്കുന്നത് അവിടെ പൂജിക്കാം. ഗുരുവായൂർ തന്നെ, ഗുരുവായൂർ വിവാഹം കഴിക്കുന്നത് കൊണ്ട് ഗുരുവായൂർ പൂജിക്കണം യാതൊരു വിധ നിർബന്ധമില്ല. ഒരിക്കൽ പൂജിച്ചിട്ട് അത് കെട്ടിക്കഴിഞ്ഞാൽ പിന്നീട് പൂജിക്കാനൊന്നും കൊണ്ടുവരാറില്ല. അപ്പം തൊട്ടടുത്ത് ഭഗവതി ക്ഷേത്രത്തിൽ ഉണ്ടെങ്കിൽ അവിടെ പൂജിച്ചോളും. എന്നിട്ട് ആ പൂജിച്ച് താലിയുമായിട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വന്നിട്ട് താലി കെട്ടിക്കോളൂ കേട്ടോ. അപ്പം അത്രയൊക്കെയാണ് ചെയ്യാറുള്ളത്. പിന്നെ ചിങ്ങമാസം എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് തിരക്ക് കൂടിയ സമയമാണ്. അപ്പോൾ വിവാഹത്തിൻ്റെ അന്ന് തന്നെ താലി പൂജിക്കാനായിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ മുഹൂർത്തത്തിനുള്ളിൽ പറ്റിയെന്നൊന്നും വരില്ല. അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപോ തലേദിവസമോ വീട്ടിൽ ആരെങ്കിലും വന്നിട്ട് താലി പൂജിച്ചിട്ട് കൊണ്ടുപോയിട്ട് പിന്നെ അത് കെട്ടിയാലും മതിയായിരിക്കും കേട്ടോ.
അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ താലിയുടെ മഹാത്മ്യത്തെക്കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാൻ കഴിഞ്ഞതിൽ തന്നെ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മൾ താലി കെട്ടുക, അതിന് മഹാത്മ്യം അറിയുക എന്നതിലുപരി രണ്ട് വ്യക്തികളും തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്, അതിലാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ തന്നെ പോകാനായിട്ട് സാധിക്കണം. അതിനുള്ള അനുഗ്രഹം കൂടെ നമ്മൾ നേടിയെടുക്കണം ഭഗവാന്റെ അല്ലെങ്കിൽ ഭഗവതിയുടെ അടുത്തുനിന്ന്. അതെല്ലാവർക്കും സാധ്യമാകട്ടെ എന്നാണ് പറയുന്നത് കേട്ടോ. നാമജപം കൂടെ പറയാം. 2,04,939 നാമങ്ങളാണ് കഴിഞ്ഞ ദിവസം സമർപ്പിക്കാനായിട്ട് സാധിച്ചത്. അപ്പോൾ വീഡിയോയുടെ അവസാനിക്കുകയാണ്. ഇന്ന് തൊഴാൻ പോയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.